ഹലോ ഗൈസ്, ഇവനാണ് നമ്മുടെ ഇന്നത്തെ തരം അമ്പഴങ്ങ അച്ചാർ. ചിലവർ അമ്പഴങ്ങ അച്ചാർ, ചിലവർ അമ്പഴങ്ങ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ സാധനത്തിനെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്തോ. ഇതിൻ്റെ ഈ അച്ചാറിലേക്കുള്ള സ്റ്റേജാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇവനാണ് നമ്മുടെ താരം. ഇവൻ ഇങ്ങനെ മാങ്കൊമ്പിൽ പിടിച്ചു കിടന്നപ്പോൾ എല്ലാവർക്കും ഒരു പൂതി ഗൈസ്, അച്ചാർ ഇടണമെന്ന്. അങ്ങനെ സ്വാഭാവികം മാവേന്ന് അമ്പഴത്തെ പിടിക്കുന്നു മാവേലി. നല്ല കോമഡി. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി അതൊക്കെ അരിഞ്ഞു, വെളുത്തുള്ളിയൊക്കെ ഇട്ടു, പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചു. അല്ല അടിപൊളിയായിട്ട് മൂത്ത് വരുമ്പോഴാണ് ഗൈസ് നമ്മുടെ കായം, അച്ചാറിൻ്റെ ഉപ്പില്ലാത്ത കറി പോലെ അച്ചാറിന് കായം മസ്റ്റാണ് ഗൈസ്. കായം ഇല്ലാതെ ഒരു അച്ചാറില്ല. അങ്ങനെ ഇളക്കുന്നു അങ്ങോട്ടും ചറവറായി ഇളക്കുന്നു. അതിന് ശേഷം നമ്മുടെ അടുത്തവനാണ് ഗൈസ് മഹാവില്ല്. മഞ്ഞപ്പൊടി ഇട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം അടുത്തവൻ്റെ ഊഴമാണ് ഗൈസ്. അവനാണ് ഇതിൻ്റെ കഥാപാത്രം, അവനാണ് ഇതിൻ്റെ എല്ലാം നിശ്ചയിക്കുന്നത്. മുളക് പൊടി ഗൈസ്, മുളക് പൊടി. അപ്പം നമ്മുടെ മുളക് പൊടി ഇട്ടു ഇളക്കുന്നു. മുളക് പൊടി ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ നാടകത്തിലെ കഥ മാറുന്നതാണ്. എല്ലാ കഥയും മാറി. നമ്മുടെ അമ്പഴഞ്ഞ് നമ്മുടെ നായകൻ്റെ റോളായി ഗൈസ്. നമ്മൾ നായകനെ ഇട്ട് പൊരിക്കുന്നു, അടിക്കുന്നു, ഇളക്കുന്നു. അങ്ങനെ നമ്മൾ നായകനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നായകൻ്റെ പേരാണ് അമ്പഴങ്ങ. അപ്പം നമ്മുടെ വിനാഗിരിക്കുള്ള ഉഴവായി ഗൈസ്. വില്ലൻ്റെ ഉഴവാണ് വിനാഗിരി. അപ്പം നമ്മുടെ വില്ലൻ അങ്ങോട്ട് ഒഴിക്കുന്നു. പിന്നാണ് നമ്മുടെ കഥാപാത്രത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപ്പ് വരുന്നത്. അപ്പം നമ്മുടെ ഇത്രയുള്ള ഗൈസ്. ടാറ്റാ.